ഹായ് ഫ്രണ്ട്സ്, മൈ മൈൻഡ് ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടാളാണ് വീട്ടിലുള്ളത്. മക്കൾ ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നു. അപ്പം നമുക്കിന്ന് ക്രിസ്മസ് ആഘോഷം പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്ക് പനിയായിരുന്നു, നല്ല ക്ഷീണമുണ്ട്. അപ്പം കുറച്ച് മാറി. അപ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം പറയാനാണ് നിങ്ങളെ മുമ്പിൽ വന്നത്. എൻ്റെ വീടിന് മുമ്പ് ഇത് വീടാണ്. എൻ്റെ വീടിന് മുമ്പ് മുമ്പിലായിട്ട് ചെറിയ കാടുണ്ട്. ഇത് നിറച്ചും നായ്ക്ക് കുറുക്കന്മാരുടെ ശല്യമാണ്. രാത്രിയും അതുപോലെ അതിലൊക്കെ ഭയങ്കര ശല്യമാണ്. അപ്പം ഈ കാര്യത്തിലേക്ക് എവിടുന്ന് ഒരു പൂച്ച 4 മക്കളുമായിട്ട് വീട്ടിൽ വന്ന്, അപ്പോൾ ഒരു വൈകുന്നേരമാണ് വന്നത്. അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നി. അപ്പം ഞാനും മക്കളും അതിന് ഫുഡ് കൊടുത്തു. അപ്പോൾ രാത്രിയൊക്കെ ഞങ്ങൾ അതിനോട് സ്നേഹത്തോടൊക്കെ പെരുമാറി ഫുഡെല്ലാം മക്കളും വന്ന് കുട്ടികൾക്കും അച്ചിക്കെല്ലാം കൊടുത്ത്, അങ്ങനെ ഇത് മക്കളുമായിട്ട് പുറത്തേക്ക് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അതിന് സംരക്ഷണം കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഈ ബോക്സിൽ ഒരു ചാക്കെല്ലാം വിരിച്ച് സെറ്റ് ചെയ്ത്, അങ്ങനെ ഈ ബോക്സ് ചുമൻ്റെ അടുത്ത് ഇങ്ങനെ ഇത്രയും ഹൈറ്റിൽ കയറ്റി വെച്ച്, അപ്പോൾ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത്, അപ്പോൾ ഈ തള്ളപ്പൂച്ച വേഗം പോയി ഈ ബോക്സിൽ പോയി കിടക്കുകയും അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മക്കൾ പോയി കിടന്ന്, അങ്ങനെ ഇവിടെ സുരക്ഷിതമാണല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ വീട്ടിലൊക്കെ അടിച്ച് വീടിൻ്റെ അകത്തേക്ക് പോകും. അപ്പോൾ നേരം വെളുക്കാൻ നേരത്ത് അടുത്ത വീട്ടിലെ കുട്ടി പറഞ്ഞ്, നിങ്ങളെ പൂച്ചയാണോ, ഒരു പൂച്ച ഇതവിടെ ചത്ത് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കുന്നേരം നായ്ക്കുറുക്കന്മാർ ഓടുന്നതും എൻ്റെ പൂച്ച ചത്ത് കിടക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പോൾ എവിടുന്നവർ വന്ന പൂച്ച, അപ്പോൾ അതിന് ഞങ്ങൾ സംരക്ഷണം കൊടുത്ത് മക്കൾ അലക്ഷ്യമായിട്ട് പറമ്പിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 4 മക്കളും മക്കൾക്കൊന്നും പറ്റിയൊന്നുമില്ല. അങ്ങനെ മക്കളെല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ച് കുറച്ച് വലുതായി, കുഞ്ഞു വലുതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നേരം പാൽ കുടിക്കുന്ന ഈ മെലിഞ്ഞ് നല്ല ആകെ തിന്നായൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ മിൽമ പാലൊക്കെ വാങ്ങി നേർപ്പിച്ച് നല്ല ലൈറ്റാക്കി ഇത് കൊടുക്കുമ്പോൾ നല്ലോണം കുടിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ ഈ കൊട്ടയിൽ തന്നെ ആ മക്കളും കയറി കിടക്കുകയായിരുന്നു. ഉച്ച പോയ പിന്നെ മക്കൾ ഞാനും തനിച്ചായി. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞേരമുണ്ട് നായ്ക്കുറുക്കൻ വരുന്നതിന് ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്ത് ഗേറ്റ് പിടിപ്പിച്ചില്ല, ടാർപ്പായി വെച്ച് മറക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ടാർപ്പായിൻ്റെ അടുത്തൊരു ഹോളുണ്ട്. ആ ഹോള് വഴി നായ്ക്കുറുക്കൻ ഇതിലേക്ക് വന്ന് ഈ 3 കുഞ്ഞിനെയും 2 കുഞ്ഞിനെ കൊണ്ടുപോവുകയും ഒരു കുഞ്ഞിനെ കടിച്ചു കൊല്ലുകയും കുഞ്ഞിനെ കടിച്ച് പരിക്കേൽപ്പിച്ച് അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. വെളുപ്പാങ്കടുത്ത് പൂച്ചക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ ഞാൻ കാണുന്ന രംഗം ഏകദേശം ഒരു 5 മണി, 4:30-5 മണിയായിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിലെ ഫ്രണ്ടിൽ കൂടി നായ്ക്കുറുക്കന്മാർ ഈ കൊന്ന പൂച്ചക്കുഞ്ഞുമായിട്ട് പോകുന്ന രംഗമാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്ന്. അങ്ങനെ ഇപ്പോഴും ഈ പൂച്ചക്കുഞ്ഞ് തനിച്ചായി. ഇതിന് ഇപ്പോൾ ഫുഡും എല്ലാം കൊടുത്ത് ഞങ്ങൾ വളർത്തുന്നത്. ഇപ്പോൾ ഞാനതിന് ഈ കൂടും ഒഴിവാക്കി, അപ്പം കുറച്ച് ഹൈറ്റിലായിട്ട് ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഗ്രില്ലുകളായിട്ട് കൂടിയ സെറ്റ് ചെയ്ത് ഒരു കമ്പ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുവഴി ഫുഡിലേക്ക് പോയി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പുറത്തേക്ക് കാണാതെ മറച്ച് വെച്ചിട്ടുണ്ട്. ഈ പൂച്ചക്കുഞ്ഞ് ഞങ്ങളോട് ഒരുങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് വീടിൻ്റെ അകത്തേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് ഒറ്റയ്ക്കായൊരു സങ്കടമുണ്ട്. ആൺപൂച്ചൊക്കെ ഞാൻ തോന്നുന്നു ഞാൻ
ഇങ്ങനെ പിടിക്കാൻ ശ്രമിക്കുമെങ്കിലും ഇത് ശരിക്കൊന്നും പെരുങ്ങി വന്നിട്ടില്ല. നല്ല ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. വിശന്നാലൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങനെ വരികയൊക്കെ ചെയ്യും. എങ്കിൽ താങ്ക് യു. എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണുന്നവരെ നമസ്കാരം.